ഇസ്രായേലുമായി സഹകരിക്കുന്നുവെന്ന് ആരോപിച്ച് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുവാനുള്ള ആഹ്വാനം ആരംഭിച്ചിട്ട് നാളുകൾ കുറച്ചാകുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ആണ് ഇത്തരത്തിലൊരു ആഹ്വാനത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ നടക്കുന്ന പ്രതീകാത്മക പ്രതിഷേധമെന്നാണ് SIOയുടെ വാദം. ടാറ്റ ഗ്രൂപ്പ് ഇസ്രായേലുമായി സൈനിക സാങ്കേതിക സഹകരണം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ബഹിഷ്കരണ ക്യാമ്പയിൻ. പലസ്തീനിലെ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്ക് ടാറ്റ ഗ്രൂപ്പിനും ഉത്തരവാദിത്തമുണ്ടെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIOയുടെ ആരോപണം. സംസ്ഥാനത്തെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റുഡിയോ ഷോപ്പുകളിലേക്ക് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. സ്റ്റുഡിയോയ്ക്ക് പുറമെ ഇസ്രായേലുമായി സഹകരണമുള്ള മുൻനിര ബ്രാൻഡുകളെയും SIO ബഹിഷ്കരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെരുന്നാൾ ദിനത്തിൽ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ഗാസ വംശഹത്യയെ പിന്തുണയ്ക്കുന്ന 100ഓളം ബ്രാൻഡുകളെ ഒഴിവാക്കുകയെന്നതാണ് SIOയുടെ ക്യാമ്പയിൻ. ഇസ്രായേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അഡിഡാസ്, H&M, ടോമി ഹിൽഫിഗർ, കാൽവിൻ ക്ലെയിൻ, വിക്ടോറിയൻ സീക്രട്ട്, ടോം ഫോർഡ്, സ്കെച്ചേഴ്സ്, പ്രാഡ, ഡിയോർ, ഷനേൽ എന്നീ ബ്രാൻഡുകളെ ഒഴിവാക്കണമെന്നും SIO ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ടാറ്റയ്ക്കെതിരെയാണ് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി രംഗത്ത് വന്നത്. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പ്രതീകാത്മക പ്രതിഷേധമെന്നാണ് SIOയുടെ വാദം. കഴിഞ്ഞ ദിവസം പലസ്തീൻ പതാകയും ഏന്തിക്കൊണ്ടാണ് കോഴിക്കോട് SIOയുടെ മാർച്ച് നടത്തിയത്. ഡൽഹി, പൂനെ, മുംബൈ, പട്ന, വിശാഖപട്ടണം, ഛത്തീസ്ഗഡ്, റോഹ്തക്, വിജയവാഡ തുടങ്ങിയ നഗരങ്ങളിലും ഇസ്രായേലുമായി ബന്ധമുള്ള ടാറ്റയുടെ അനുബന്ധ കമ്പനികളെ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സമാനമായ പ്രതിഷേധങ്ങളും അരങ്ങേറി. ഹൈദരാബാദിൽ പ്രതിഷേധക്കാർ സർഗാത്മക പ്ലക്കാർഡുകളും ബാനറുകളും പ്രദർശിപ്പിക്കുകയും പലസ്തീനിലെ മരണവും നാശവും ഉയർത്തിക്കാട്ടി തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതേസമയം പലസ്തീനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ ആഗോളതലത്തിൽ എതിർക്കുകയും സാമ്പത്തിക രംഗത്ത് വലിയ പ്രചരണം നടത്തുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ് BDS. ഇസ്രായേൽ ഉൽപ്പന്നങ്ങളും ഇസ്രായേൽ അനുകൂല നിലപാടെടുക്കുന്ന ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുക, ഈ കമ്പനികളിലെ നിക്ഷേപം പിൻവലിക്കുക, സാമ്പത്തികവും രാഷ്ട്രീയവുമായി ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങിയ നിലപാടാണ് ഈ കൂട്ടായ്മ ഉയർത്തുന്നത്. അമേരിക്കൻ മുസ്ലിംസ് ഫോർ പലസ്തീൻ, സെന്റർ ഫോർ ഈസ്റ്റ് ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് തുടങ്ങിയ ലോകരാഷ്ട്രങ്ങളിലെ 100-ലേറെ സംഘടനകൾ ഈ കൂട്ടായ്മയെ അനുകൂലിച്ച് നിലപാടെടുത്തിട്ടുണ്ട്. ഇവരുടെ ആഹ്വാന പ്രകാരമാണ് സംസ്ഥാനത്തെ SIO സംസ്ഥാനത്ത് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്നാൽ ബഹിഷ്കരണത്തോടെ ഉർവശി ശാപം ഉപകാരമെന്ന അവസ്ഥ വന്നിരിക്കുകയാണ് ടാറ്റയ്ക്കും സ്റ്റുഡിയോയ്ക്കും. ഇത്തവണ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ തുണിയെടുക്കണമെന്ന് പറഞ്ഞ് പലരും പോസ്റ്റ് ഇടുന്നു. സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ടാറ്റ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത ഒട്ടേറെ പേരാണ് രംഗത്ത് വരുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹിഷ്കരണ ക്യാമ്പയിനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്ത് നടന്ന പഹൽഗാം സംഭവത്തിൽ നിശബ്ദത പാലിച്ചവർ പശ്ചിമേഷ്യൻ വിഷയത്തിൽ മാത്രം ശബ്ദമുയർത്തുന്നതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ സമ്പൂർണമായി ബഹിഷ്കരിക്കണമെങ്കിൽ ഫേസ്ബുക്കും വാട്സപ്പും തൊട്ട് വിമാന സർവീസുകൾ വരെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും സംഘപരിവാർ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. സംഘപരിവാറിന് പുറമെ ക്രൈസ്തവ സംഘടനകളും സ്റ്റുഡിയോയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹിഷ്കരണ ക്യാമ്പയിൻ നേരിടുന്ന സ്റ്റുഡിയോകളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുക്കുന്നതായും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാസ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകൾക്ക് ഇപ്പോൾ ഉയർന്നു വരുന്ന സ്റ്റുഡിയോ ബഹിഷ്കരണത്തിൽ കടുത്ത പ്രതിഷേധവുമുണ്ട്. ഏതായാലും നിലവിലെ ബഹിഷ്കരണത്തിൽ ടാറ്റ ഗ്രൂപ്പ് സന്തുഷ്ടരാണ്. ബഹിഷ്കരണങ്ങൾ പലപ്പോഴും സംരംഭങ്ങളെയും സ്ഥാപനങ്ങളെയും ഗുണകരമായി ബാധിച്ചിട്ടുള്ള ചരിത്രമാണ് പൊതുവെ സമീപകാലത്തുള്ളത്. അതിന്റെ തന്നെ ആവർത്തനമാണ് സ്റ്റുഡിയോ ബഹിഷ്കരണത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്.